നേരാണോ നീ പറയുന്നത്? സ്വാതിയുടെ പ്രേതോ? അൺബിലീവബിൾ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ എന്തിനു വേദോടുന്നാണോ പറയുന്നത്? പനിക്ക് മരുന്ന് മേടിക്കാൻ ഇറങ്ങിയത് ഞാൻ. സൂക്ഷിക്കണമെന്ന് ഡോക്ടറും പറഞ്ഞത്. കാര്യങ്ങളുടെ പോക്ക് ഈ നിലയ്ക്കാണെങ്കിൽ അധികകാലം നമുക്കിങ്ങനെ കാണാൻ പറ്റും തോന്നുന്നില്ല. ഒന്നുകിൽ പ്രേതം എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലാവും. ഇത് പ്രേതമൊന്നും ആയിരിക്കില്ല, ശരിക്കുള്ള സ്വാതി ആയിരിക്കും. അവള് മരിച്ചു കാണില്ല. എന്നും വിശ്വസിച്ചോണ്ടിരുന്നോ? ഞാൻ കണ്ട സ്വാതിയെ എല്ലാവരും കൂടി ആ വീട് മുഴുവൻ അന്വേഷിച്ചു, കണ്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? അവള് മാഞ്ഞു പോയി. ജീവിച്ചിരിക്കുന്നവർക്ക് മായാൻ പറ്റോ? ഇതത് തന്നെയാ വേദ, പ്രേതം. എന്തോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രേതം അടുത്ത് തന്നെ വേദം കാണാൻ വരും, അപ്പൊ വിശ്വസിച്ചാ മതി. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മരിച്ചെങ്കിൽ സ്വാതിയുടെ ബോഡി എങ്ങോട്ട് പോയി? അതൊന്നും എനിക്കറിയില്ല. ബോഡി പോയാലും പോയില്ലെങ്കിലും അവൾ ആത്മാവായി മാറി എന്നുള്ളത് നേരാ. എന്തൊരു നിൽപ്പായിരുന്നു. എന്റെ പ്രാണം പോകാതിരുന്നത് ഭാഗ്യം. ശരി, അതവിടെ നിൽക്കട്ടെ. സ്വാതിയുടെ പ്രേതത്തെ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിന്റെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? അവര് നിസ്സാരമായിട്ട് എടുത്തു. അതിന് കാരണം എന്താണെന്നറിയോ? സ്വാതി മരിച്ചു എന്ന് അവരാരും വിശ്വസിക്കുന്നില്ല. അതല്ല കാരണം. സ്വാതി മരിച്ചു കാണില്ല. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. ശരിക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ നീലിന്റെ അമ്മയും ഗിരിയും അച്ഛനും ഒന്നും ഇങ്ങനെ പെരുമാറാൻ പാടില്ല. ഒരു മരണം നടന്ന വീട്ടിലെ പോലെ അല്ലല്ലോ അവിടുത്തെ കാര്യങ്ങള്, ആണോ? അതല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നാരായൺജി, അയാള് കബഡി നിരത്തി പറയട്ടെ സ്വാതി മരിച്ചോ ഇല്ലെന്ന്. അവളുടെ മരണം പ്രവചിച്ച ആളല്ലേ, അയാൾക്ക് സത്യം സത്യമായിട്ട് പറയാൻ പറ്റും. പ്രശ്നമാണ്.